ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇഗ്നോയുടെ 2024 ജൂലൈ സെഷനിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇഗ്നോയ്ക്കകത്ത് നോർമലി നമുക്ക് 3 പ്രോഗ്രാംസ് ആണ് വരുന്നത്. 3 ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ആണ് വരുന്നത്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ODL, അതായത് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നുള്ളതാണ് ഓവർസീസ് അഡ്മിഷൻ. അതായത് നമ്മളിപ്പോൾ പുറത്തത്തെ സ്റ്റുഡൻസൊക്കെയാണ്, ഇന്ത്യക്ക് വെളിയിലുള്ള സ്റ്റുഡൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ അഡ്മിഷൻ എടുത്തിട്ട് അവിടെ തന്നെ അസൈൻമെൻറ്റ് സബ്മിഷനും എക്സാംസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പക്ഷേ അത് ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ, ലക്ഷങ്ങളൊക്കെ ചിലവാകുന്നൊക്കെയാണ് പറഞ്ഞ് കേട്ട അറിവ്. പിന്നുള്ളതാണ് ഓൺലൈൻ പ്രോഗ്രാം ഈ അടുത്ത്, അതായത് ഒരു 2-2.5 വർഷമായിട്ടുള്ളൂ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ട് ആർക്കും വലിയ നോളജും ഇല്ല, എടുക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇന്ത്യക്കകത്ത് ഏറ്റവും വരുന്ന അഡ്മിഷൻ ഒന്ന് ODLഉം ഒന്ന് ഓൺലൈനുമാണ്. അപ്പോൾ ODL പ്രോഗ്രാമാണ് നമ്മളും കൂടുതലും അഡ്മിഷൻ എടുത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ നമുക്കൊരു 500 അഡ്മിഷൻ വരുന്നുണ്ടെങ്കിൽ അതിൽ 1-2 പേര് മാത്രമാണ് ഓൺലൈൻ പ്രോഗ്രാമിന് അഡ്മിഷൻ ചോദിച്ച് വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറയും ഇങ്ങനെ എടുക്കുന്നില്ല, അപ്പോൾ അവർക്ക് നിർബന്ധമാണെങ്കിൽ മാത്രമേ നമ്മൾ എടുത്ത് കൊടുക്കുള്ളൂ. മിക്ക പേരും ODL ആണ് എടുക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലെ ഡിഫറൻസ് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമുക്ക് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിങ്ങിൻ്റെ കാര്യം പറയാം. നമ്മൾ അഡ്മിഷൻ എടുക്കുന്നു, ബുക്സ് നമുക്ക് പോസ്റ്റലായിട്ട് വരും, നമ്മൾ അത് വെച്ച് പഠിക്കുന്നു, അസൈൻമെൻറ്റ് എഴുതുന്നു. നമുക്ക് നിയറസ്റ്റ് ഒരു സ്റ്റഡി സെൻറ്റർ നമ്മൾ വെച്ചിട്ടുണ്ടാവും, ആ സ്റ്റഡി സെൻറ്ററിൽ കൊണ്ടുപോയി വെക്കുന്നു. എക്സാം നമുക്ക് നിയറസ്റ്റുള്ള എക്സാം സെൻറ്ററിൽ പോയിട്ട് നമ്മൾ പേനും പേപ്പറും ഉപയോഗിച്ച് എക്സാം എഴുതുന്നു. ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക. അതേസമയം നിങ്ങൾ ഓൺലൈൻ പ്രോഗ്രാമിനാണ് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നമുക്ക് ബുക്സ് വരില്ല, ബുക്സും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഓൺലൈനും കിട്ടും, നമുക്ക് വേണമെങ്കിൽ പ്രിൻറ്റഡ് വേണമെങ്കിൽ അതും കിട്ടും. അപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് സൈറ്റിൽ നിന്ന് മാത്രമേ ബുക്സ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ അസൈൻമെൻറ്റ് സബ്മിഷനും നമ്മൾ എഴുതി പ്രിപ്പയർ ആക്കിയതിന് ശേഷം നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണം. എക്സാം ആണെന്നുണ്ടെങ്കിൽ അത് ഓൺലൈൻ അല്ല കേട്ടോ. അതായത് നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ടെസ്റ്റ് എഴുതാം, അല്ലെങ്കിൽ പെയിനും പേപ്പർ ഉപയോഗിച്ച് എഴുതാം. രണ്ടാണെന്നുണ്ടെങ്കിലും സെൻറ്ററിൽ പോയിട്ട് മാത്രമേ നടക്കുള്ളൂ. ഓക്കെ, ഇതാണ് ഡിഫറൻസ്. ഏകദേശം അതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ODL പ്രോഗ്രാമിനകത്ത് ഒരു 10-350 പ്രോഗ്രാം ഇഗ്നോയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓൺലൈൻ പ്രോഗ്രാമിന് വളരെ കുറച്ച് പ്രോഗ്രാമിന് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ കൂടുതലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഒരുപാട് പേര് അത് തന്നെയാണ് എടുക്കുന്നത്. നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് അന്വേഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നിയറസ്റ്റ് സ്റ്റഡി സെൻറ്ററിലോ റീജിയൻ സെൻറ്ററിലൊക്കെ പോയിട്ട് അന്വേഷിക്കാം. ഓൺലൈൻ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ അതേസമയം നിങ്ങൾ പുറത്തൊരു വ്യക്തിയുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിഷനൊക്കെ ഈസിയാണ്, അതായത് ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ ചില കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഓൺലൈൻ പ്രോഗ്രാം നല്ലത്. പക്ഷേ കൂടുതലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. ാണ് നമ്മുടെ ഇഗ്നോയുടെ കോമൺ പ്രോസ്പെക്ടസ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓൺലൈൻ പ്രോഗ്രാമിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനെ പറ്റിയിട്ടും അങ്ങനെ കോഴ്സ് വൈസ് രജിസ്ട്രേഷനും പിന്നെ ഒരുപാട് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് തരുന്നുണ്ട്. പക്ഷേ ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ ഇതിനകത്ത് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് 400 പേജിലെ ഒരു പ്രോസ്പെക്ടസിനകത്ത് വെറും ഒരു പേജിൽ മാത്രമാണ്, 350ാമത്തെ പേജിൽ മാത്രമാണ് അതിനെ പറ്റിയിട്ട് പറയുന്നത് പോലുള്ളൂ. അതും ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ ഒന്നുമില്ല. ഏതൊക്കെ പ്രോഗ്രാമിനാണ് ഓൺലൈനായിട്ട് അഡ്മിഷൻ കൊടുക്കുന്നതെന്ന് മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ കേട്ടോ. അക്കാദമിക് പ്രോഗ്രാംസ് ഓൺ ഓഫർ ത്രൂ ഓൺലൈൻ മോഡ് എന്ന് പറഞ്ഞിട്ട് ബാച്ചിലർ ഡിഗ്രി പ്രോഗ്രാമിൽ ഒരു 5 എണ്ണം, PG പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ വെറും 12 പ്രോഗ്രാം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഡിപ്ലോമ നോക്കുകയാണെങ്കിലും പോസ്റ്റ് ഡിപ്ലോമ നോക്കുകയാണെങ്കിലും സർട്ടിഫിക്കറ്റ് നോക്കുകയാണെങ്കിലും അതിലൊക്കെ വളരെ കുറച്ച് പ്രോഗ്രാം മാത്രമേ കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇഗ്നോയ്ക്കകത്ത് ഓൺലൈൻ പ്രോഗ്രാമിൽ 44 പ്രോഗ്രാമിന് മാത്രമാണ് അഡ്മിഷൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ലിസ്റ്റ് നോക്കുക, ഇതിലുള്ളത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ BA ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഓൺലൈൻ മോഡ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ല. BA ഇംഗ്ലീഷ് ഓൺലൈനായിട്ട് കൊടുക്കുന്നില്ല, അത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്ര ഡീറ്റെയിൽസ് മാത്രമാണുള്ളത്. ഇതിൻ്റെ ഫീയോ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പ്രോസ്പെക്ടസിനായിട്ട് ഡീറ്റെയിൽ ഇൻഫോർമേഷനൊന്നുമില്ല. അത് നമുക്ക് എന്ത് ചെയ്യണം, ഇഗ്നോയുടെ സൈറ്റിലെ പ്രോഗ്രാം ഇൻഫോർമേഷനിൽ നോക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റ്. ഇതിനകത്ത് വന്നിട്ട് 3ാമത്തെ ഓപ്ഷൻ രജിസ്റ്റർ ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫ്രഷ് അഡ്മിഷൻ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടും ഫ്രഷ് അഡ്മിഷൻ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇതിനകത്ത് ഫ്രഷ് അഡ്മിഷൻ ഓൺലൈൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൺലൈൻ പ്രോഗ്രാം രജിസ്റ്റർ ചെയ്യാനുള്ള പോർട്ടൽ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് പ്രോഗ്രാം ഇൻഫോർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ മുകളിൽ പ്രോഗ്രാം ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് BCom ഓൺലൈൻ പറ്റിനെ അറിയണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് റീഡ് മോർ കൊടുത്തു കഴിഞ്ഞാൽ ഡ്യൂറേഷൻ 3 വർഷമാണ്, ഇംഗ്ലീഷിലും ഹിന്ദിയിലാണ് നമുക്ക് മീഡിയം പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്. എലിജിബിലിറ്റി വെച്ച് കഴിഞ്ഞാൽ +2 അല്ലെങ്കിൽ അതിന് ഈക്വലൻ്റ് ആണ്. ഫീസ് വന്നിട്ടുള്ളത് 12,600 രൂപയാണ് ഫുൾ പ്രോഗ്രാമിന് വരുന്നത്. നമുക്കത് ഇയർ വൈസ് ആയിട്ട് പേ ചെയ്യാൻ പറ്റും. 4,200 രൂപയാണ് പെർ ഇയർ കൊടുക്കേണ്ടത്. അതിൻ്റെ മുകളിൽ അഡീഷണൽ ഫീസായിട്ട് രജിസ്ട്രേഷൻ ഫീസ് 300 പിന്നെ ഡെവലപ്മെൻറ്റ് ചാർജസ് 200 ഉണ്ട് കേട്ടോ, അതിവിടെ കൊടുത്തിട്ടില്ല, അതുകൂടി വരും.
പിന്നെ എക്സാം ഫീസ് പിന്നീട് നമ്മൾ എക്സാം ടൈമിലാണ് പേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് എവിടേക്കാണ് സ്റ്റഡി സെൻറ്റർ വെക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഓൺലൈൻ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡീറ്റെയിൽഡ് സ്റ്റഡി സെൻറ്റർ ഉണ്ടാവില്ല. നമുക്കൊരു റീജിയണൽ സെൻറ്ററേ വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമുക്ക് വടകര വയ്ക്കാം, അല്ലെങ്കിൽ ട്രിവാൻഡ്രം വയ്ക്കാം, അല്ലെങ്കിൽ കൊച്ചി വയ്ക്കാം. ഈ 3 ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേസമയം നിങ്ങൾ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ് എടുക്കണമെങ്കിൽ ഒട്ടുമിക്ക ജില്ലയിലും സ്റ്റഡി സെൻറ്റർ വരാറുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കോഴിക്കോട് വേണമെങ്കിൽ അവിടെ വയ്ക്കാം, അല്ലെങ്കിൽ മലപ്പുറം വേണമെങ്കിൽ അവിടെ വയ്ക്കാം, തൃശ്ശൂർ വേണമെങ്കിൽ അവിടെ വയ്ക്കാം. അപ്പോൾ അവിടെ ആ ഒരു പ്രോഗ്രാം കൊടുക്കണമെങ്കിൽ നമുക്ക് അവിടേക്ക് കൊടുക്കാൻ പറ്റും. അതേസമയം ഓൺലൈൻ പ്രോഗ്രാം ആവുന്ന സമയത്ത് നമുക്ക് വടകരയോ കൊച്ചിനോ ട്രിവാൻഡ്രോ ഈ 3 ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്രോഗ്രാം ഇൻഫോർമേഷനിൽ പറയാനുള്ളത്. ഇപ്പോൾ വേറെ ഏതെങ്കിലും പ്രോഗ്രാം നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് MCOM ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ MCOMൻ്റെ ഫീ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഓൺലൈൻ പ്രോഗ്രാം ഇൻഫോർമേഷൻ അറിയാവുന്നത്. ഒരിക്കലും നമുക്ക് പ്രോസ്പെക്ടസിൽ നോക്കിക്കഴിഞ്ഞാൽ ഫീയോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൻ്റെ അഡ്മിഷൻ എടുക്കുന്ന കാര്യം നമുക്കിതാ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ കൊടുത്തിട്ടൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോർമലി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനാണ് അഡ്മിഷൻ എടുത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ വേണം എന്ന് പറഞ്ഞാൽ അവിടെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അല്ല നിങ്ങൾക്ക് ഓൺലൈൻ പ്രോഗ്രാമിൽ തന്നെ അഡ്മിഷൻ മതി എന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബൈ.